Happy Christmas, Dina. This cake for you. Happy Christmas. Thank you. Oh, ഇതാണ് അവരുടെ വീഡിയോ കത്ത്. ക്രിസ്മസ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ പ്ലം കേക്ക് ഇവിടുത്തെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൊണ്ടു കൊടുക്കുകയാണെന്ന്. കഴിഞ്ഞ വർഷം ഇതുപോലെ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കൊണ്ടു കൊടുത്തിരുന്നു. ഈ വർഷം ഞാനും ചിപ്പിയും കുഞ്ഞൂസും കൂടെയാണ് കേക്ക് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം എൻ്റെ ഇവിടുത്തെ ഫാമിലിയും ഫ്രണ്ട്സിനും. Happy Christmas. Thank you, honey. Chocolate? ബിനുചേട്ടൻ ഡ്യൂട്ടിയിലായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ചേച്ചി ഉണ്ടാക്കി തന്ന കട്ടൻ ചായം കുടിച്ചിട്ടുണ്ട്, അപ്പം കഴിച്ച് അവിടെ നിന്ന് നേരെ പോയത് ശ്രീനാഥൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ശ്രീനാഥൻ്റെ വീട്ടിൽ നമുക്ക് കേക്ക് കൊടുക്കാം. Happy Christmas. Thank you very much. Thank you. Happy Christmas പറ. Happy Christmas. Happy Christmas പറ. ഞാൻ പറയുന്നുണ്ട്, കാര്യമായിട്ട് പറയുന്നുണ്ട്. ഫോണില്ലേ ഇതാണ്? നമ്മൾ ഇറങ്ങട്ടെ. എന്താ പറയുന്നുണ്ട്? നീ പോണം, കുറച്ച് വീടുകളിലും കൂടെ കേക്ക് കൊടുക്കാം. അങ്ങനെ ശ്രീനാഥന്റെ വീട്ടിൽ കേക്കും കൊടുത്തിട്ട് ഇനി നേരെ പോകുന്നത് ഷാമേട്ടന്റെ വീട്ടിലാണ്. ഇത് നമ്മൾ താമസിക്കുന്ന ഗ്രേഞ്ചിന്റെ അടുത്തുള്ള വേറൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ 2 മലയാളി ഫാമിലികളാണുള്ളത്. ഒന്ന് ഷാമേട്ടനും ഒന്ന് പ്രമോദേട്ടനും. ഞാൻ അയർലൻഡിന് വരുന്നതിന് മുന്നേ കോണ്ടാക്റ്റുള്ള ഒരാളാണ് ഷാമേട്ടൻ. ചിപ്പി അയർലൻഡിൽ വന്ന സമയത്ത് ഒരുപാട് സഹായങ്ങൾ ചെയ്തവരാണ് ഷാമേട്ടനും സിതാര ചേച്ചി. അവൾ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിലേക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുകയും പിന്നെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു. നല്ല ശാന്തമായിട്ടുള്ള അതിമനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണിത്. ഇതാ ഈ കാണുന്ന വീട്ടിലാണ് ഷാമേട്ടനും സിതാര ചേച്ചിയും താമസിക്കുന്നത്. ആളുണ്ടോ? ഹാപ്പി ക്രിസ്മസ്. Thank you. Oh, ഇതാണ് അവരുടെ വീഡിയോ കത്ത്. എന്നാ കേറി വാ. ഇതാരാ എവിടുന്ന ഒരു അപശബ്ദം? വാടി കേറി വാ. കൗസു വാവയ്ക്ക് ഉമ്മ കൊടുത്തേ. ഗുഡ് ഗേൾ. അച്ഛ എടുത്തു കൗസു. സുന്ദരിക്കണ്ണേ. കുഞ്ഞു ടി വി ആണ്. ഹായ്. ബേബിനെ കണ്ടോടി. കുശുമ്പായത് പതുക്കെ. നുള്ളം കേട്ടാ. കൗസിനെ പാട്ടിട്ടിരിക്കുക. ശ്യാംലന്റെ വീട്ടിൽ കുറച്ചു നേരം കാര്യം പറഞ്ഞിരുന്നതിന് ശേഷം നമ്മൾ നേരെ പോയത് പ്രമോദന്റെ വീട്ടിലേക്കാണ്. ശ്യാമേട്ടന്റെ വീടിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് പ്രമോദന്റെ വീട്. നമ്മൾ പോയപ്പോൾ വീട്ടിലാരും ഇല്ലായിരുന്നു. 2 പേരും ഡ്യൂട്ടിയിലാണെന്ന് തോന്നുന്നു. അവർക്കുള്ള കേക്ക് ശ്യാംലാലേട്ടൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് നമ്മൾ നേരെ പോയത് പിന്നെ റിവർ സ്റ്റിക്കിലേക്കാണ്. ഇതാണ് റിവർ സ്റ്റിക്ക് കെയർ സെന്റർ. ചിപ്പി വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോം ഇതാണ്. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാനും ചിപ്പി ഇവിടെ വരുന്നത്. കഴിഞ്ഞ മെയ് മാസം മുതൽ ചിപ്പി മെറ്റേണിറ്റി ലീവിലാണ്. 2 വർഷമായിട്ട് ചിപ്പി വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോം ഇതാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വന്നത്. എല്ലാവരും ഡ്യൂട്ടിയിലാണ്, അതുകൊണ്ടാണ് നമ്മൾ നേരെ നഴ്സിംഗ് ഹോമിലേക്ക് വന്നത്. ഇതേ വരുന്നത് റാണിയും ഡീനയും ആണ്. ഡീന ഇവിടുത്തെ അഡോണും റാണി ഇവിടുത്തെ CNM ആണ്. Happy Christmas, Dina. This cake for you. Homemade cake. I was telling Rani I need to ask Rani, you for for some you. biryani.
No. Oh my God. I think she's okay with you. She's very happy with you, I think. You're gorgeous. Hi, Rani. You are. How are you? She's not crying. She was crying with me, Dina. Of course she was. You She's know who smiling, this see? auntie is. Yes. You know who this friends from long time ago. From a long time ago. I think she like you. We'll get ready. Yes, we can go and then we'll come to work tomorrow. With the residents and everything. Yes. She's listening. It will be the best day ever. And we have a party tomorrow. Yes, and Santa Claus will come. And we'll have gifts. And Christmas trees. Yes, it will be lovely. We'll have a blast. എന്തൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ടെന്ന് പറയണേ. And mom and dad will stay home. You need a break from them, isn't it? You do. Yeah, I know you do. I know you do. ഇതാണ് ഇവിടുത്തെ നഴ്സിംഗ് ഹോമിലെ അഡോൺ ഡീന. പോർച്ചുഗലുകാരിയാണ്. കുഞ്ഞൂസിനെ ആദ്യമായിട്ട് കണ്ട സന്തോഷത്തിലാണ്. ഡീന പറയുന്ന കഥകളൊക്കെ കേട്ട് കുഞ്ഞൂസ് അന്തം വിട്ടിരിക്കുവാണ്. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്നലെ നമ്മൾ റിവേഴ്സ്റ്റിക്കിലൊക്കെ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഇന്ന് വിൻസെൻ്റ് അനുമോളെ വീട്ടിലും കൂടെ പോകാണ്ട് മൗണ്ട് ഓവലിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പോകാൻ വിചാരിച്ചു. ഞാനും ജിപ്പിയും കുഞ്ഞൂസും കൂടെ അത് രാവിലെ തിരിച്ചു. ഇന്ന് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്. മഴയൊന്നുമില്ല. മഴ ഉണ്ടായിരുന്നു രാവിലെ, പക്ഷേ ഇപ്പം മഴയില്ല. കുറച്ച് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പോകാൻ വിചാരിച്ചു. കോർക്കിലെ റോജസ്റ്റൗൺ അടുത്തുള്ള ഒരു അടിപൊളി റെസിഡൻഷ്യൽ ഏരിയ ആണ് മൗണ്ട് ഓവൽ. അതിമനോഹരമായ വീടുകളൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലം. വിന്റർ സമയം ആയതുകൊണ്ടാണ് ഈ മരങ്ങളിലൊന്നും ഇവിടെ ഇലകളില്ലാത്തത്. സമ്മർ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഡിറ്റാച്ച്ഡ് ഹൗസ്, സെമി ഡിറ്റാച്ച്ഡ് ഹൗസ്, അപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് വീടുകളുള്ള ഒരു വലിയൊരു പോർഷ്യ ഏരിയ ആണ് ഈ മൗണ്ട് ഓവൽ. അനുമോളും വിൻസനും താമസിക്കുന്നത് മൗണ്ട് ഓവലിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. അനുമോളും ചിപ്പിയും നാട്ടിൽ നിന്ന് ഒരുമിച്ചാണ് അയർലൻഡിൽ എത്തിയത്. അനുമോളും വിൻസനും ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത് നമ്മളെ കൂടെയായിരുന്നു. ഏകദേശം 1 വർഷത്തോളം നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസിച്ചത്. ഈ വീട് കിട്ടിയതിന് ശേഷമാണ് അവരിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഇതാണ് അനുമോളും വിൻസനും താമസിക്കുന്ന അപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ ബിനിച്ചേട്ടനും ശ്രീനാഥേട്ടനൊക്കെ ഈ അപ്പാർട്ട്മെന്റിൽ മുന്നേ താമസിച്ചിട്ടുണ്ട്. പാളി ഗേസ്. അനുമോളും വിൻസനും കോൾ എടുക്കുന്നില്ല, ഡ്യൂട്ടിയിലാണെന്ന് തോന്നുന്നു. നമുക്ക് അകത്ത് കയറാനുള്ള ഓപ്ഷൻ ഇല്ല. അവിടെ നമ്പർ ലോക്കൊക്കെ ഉണ്ട്. നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും. പോവാന്നാ നമുക്ക് പിന്നെ കൊടുക്കാം. ഓക്കെ, അവർക്കുള്ള കേക്ക് നമുക്ക് പിന്നെ കൊടുക്കാം. അനുമോൾ ആൻ്റെയും വിൻസനങ്ങളും ഇല്ല, ഡ്യൂട്ടിയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ മൗണ്ട് ഓവലൊക്കെ കണ്ടല്ലോ കുഞ്ഞേസ്, നമുക്കിനി തിരിച്ചു പോവാം. പോവാം. ഹായ് പറ എല്ലായിടത്തും, എല്ലാവരോടും ഹായ് പറ. ഇങ്ങനെയാണോ ഹായ് പറയുന്നത്? ഹായ് പറ. പോവാ. അനുമോളും വിൻസനും മെസ്സേജ് വെച്ചിരുന്നു, അവർ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ വൈകുന്നേരം വീട്ടിൽ വന്ന് കേക്ക് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മൗണ്ട് ഓവലിലെ ചെറിയൊരു ഷോപ്പിംഗ് സെൻ്റർ ആണ്. ഇവിടെ സ്പാറിൻ്റെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്, പിന്നെ ഫാർമസി, അങ്ങനെ കുറച്ച് ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. മൗണ്ട് ഓവലിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് ഇവിടെയാണുള്ളത്. കോർക്ക് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഉണ്ട് മൗണ്ട് ഓവലിലേക്ക്. അപ്പോൾ പെട്ടെന്നുള്ള ഗ്രോസറി കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഇവിടെയുള്ള ആൾക്കാർ ഇവിടെയാണ് വരുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് മൗണ്ട് ഓവലിലെ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്. ഞാൻ ക്രിസ്മസിനുണ്ടാക്കിയ കേക്ക് കൊണ്ടു കൊടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്.
ഒരുപാട് ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ കുറച്ച് ആൾക്കാരെ മാത്രമേ ഞാൻ വീഡിയോ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ ഓഫൊക്കെ എല്ലാവർക്കും ഒരുമിച്ച് കിട്ടുന്നത് വളരെ റെയറായിട്ടാണ്. വളരെ സ്നേഹമുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഇവിടെ അയർലൻഡിൽ. ഈ വീഡിയോയിൽ കണ്ടവരൊക്കെ വന്ന കാലം മുതൽ ഞാനുമായിട്ട് നല്ല സ്നേഹബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇനി വരും വീഡിയോസിലൊക്കെ ഒരുപാട് ഫാമിലീസിനെയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അയർലൻഡ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.